നമ്മുടെ രാജ്യത്ത് ഇന്നൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് അല്ല, ഒരു ന്യൂസ് സർക്കസ് ആണ് കാണുന്നത്. ഈ നമ്മൾ പെഹൽഗാമിൻ്റെ സമയത്ത് അവിടെ കണ്ടു, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇവിടെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും ലോകരാജ്യത്തിന് മുന്നിൽ പോലും നമ്മളെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ എയർ ഇന്ത്യയുടെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഇവിടെയും അതേ മീഡിയ സർക്കസ് ആണ് കാണുന്നത്. മരണസംഖ്യ 30 എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 105 പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 105 മരണസംഖ്യ 105 എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അപകടത്തിൽ മരിച്ച മലയാളിയുടെ വീട്ടിലേക്ക് യാതൊരു മര്യാദ ഇല്ലാതെ കയറിച്ചില്ല. അവിടെ യൂണിഫോം ഇട്ട് കരയുന്ന കൊച്ചുകുട്ടിന്റെ വീഡിയോ എടുത്ത് TRPക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതാ ഇപ്പം മരിച്ചവരുടെ എണ്ണം 100 ആയിരിക്കുന്നു, മരിച്ചവരുടെ എണ്ണം 200 ആയിരിക്കുന്നു, ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ചാനലിൽ എന്ന് പറഞ്ഞിട്ട് മരണത്തെ ആഘോഷമാക്കുക. ഒരു കൊച്ചുകുട്ടിന്റെ വീഡിയോ എടുത്ത് TRPക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കുറിച്ചെങ്കിലും മിനിമം ആലോചിക്കുക. ആ കുട്ടിക്ക് ഇത് കൊടുക്കുന്ന ട്രോമ എത്രത്തോളം വലുതായിരിക്കുമെന്ന് ആലോചിക്കുക. നിങ്ങൾ ശരിക്കും ഈ സമൂഹത്തിൽ ഒട്ടും എമ്പത്തറ്റിക് അല്ലാത്ത ഓരോ ദുരന്തവും ഒരു വലിയ കണ്ടന്റിന്റെ സാധ്യതയാണ്, വലിയ റീച്ചാണ്, വലിയ TRP ആണ് എന്നും മാത്രം മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുകയാണ്. ലഹരി ഉപയോഗിച്ച് ഒരു കുട്ടി ഒരു ക്രൈം ചെയ്യുമ്പോൾ മീഡിയ ഹൗസിൽ കയറി ഈ കൊച്ചു കുട്ടികൾ എങ്ങോട്ടാണ്, നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു എളുപ്പമില്ലാതെ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് സ്വയം ആലോചിക്കുക. നിങ്ങൾ ഒരു ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെയല്ലേ ഈ പറയുന്ന ദുരന്തം വിറ്റ് മാക്സിമം TRP ഉണ്ടാക്കി പൈസ വരാനിരിക്കുന്നത്. ഈ കുട്ടി മരിക്കാൻ കാത്തിരിക്കുന്ന ഈ കഴുകനേക്കാളും നീചരാണ് നിങ്ങൾ ശരിക്കും. കാരണം ആ കുട്ടി മരിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ജീവനുള്ള കൊച്ചു കുട്ടികളെ പോലും നിങ്ങൾ TRPക്ക് വേണ്ടി കൊത്തി കീറല്ലേ. ശരിക്കും നമ്മൾ ഈ മീഡിയ സർക്കസിനെ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഇത് വളരെ അപകടം പിടിച്ച സാധനമാണ്.